ഇന്നത്തെ ജ്ഞാനവചനം സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 28-ാം വാക്യം. ഭോഷനും മിണ്ടാതിരുന്നാൽ ജ്ഞാനിയെന്നു കരുതപ്പെടുന്നു, അധരം അടച്ചുവയ്ക്കുന്നവൻ വിവേകിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ വചനം വാക്കുകളിലെ ജ്ഞാനത്തെയും മൗനത്തിന്റെ മഹത്വത്തെയും നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ മിണ്ടാതിരിക്കുക അനാവശ്യമായി സംസാരിക്കുന്നതിനേക്കാൾ വലിയ വിവേകത്തിന്റെ അടയാളമാണ്. ജ്ഞാനമുള്ളവർ സംസാരിക്കുന്നതിനു മുൻപ് ചിന്തിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ കലഹം സൃഷ്ടിക്കുന്നതോ ആയ വാക്കുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ വാക്കുകൾ കൃപയോടും സമാധാനത്തോടും വിവേകത്തോടും കൂടിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആത്മനിയന്ത്രണവും ശാന്തതയും നിറഞ്ഞ സംസാരമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ അടയാളം. പ്രാർത്ഥന. കർത്താവേ, ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാനും ആവശ്യമായപ്പോൾ മൗനം പാലിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയം സമാധാനത്താലും ക്ഷമയാലും ആത്മനിയന്ത്രണത്താലും നിറച്ച് എൻ്റെ സംസാരത്തിൽ നിന്റെ സ്നേഹവും ജ്ഞാനവും പ്രതിഫലിക്കട്ടെ. ആമേൻ.